ഇന്ന് നമുക്ക് കൂന്തൽ കൂന്തൽ എന്നാണ് ഇതിന് ഇവിടെയൊക്കെ പറയുക, കണവ എന്നൊക്കെ പറയും കേട്ടോ. മീനോട്ടിനിട്ട പേര് കുന്തം എന്നാണ്. ആ സംഭവം കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കാനൊക്കെ ഈസിയാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ഒരു തൊലി ഒരു ഇങ്ങനെ ചെറുതായിട്ടൊരു സ്കിന്നുണ്ട്. അത് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കിയാൽ മതി, സുഖമായിട്ട് പോകും കേട്ടോ. ഇതേണ്ടേ അതിൻ്റെ ആ തലഭാഗമൊക്കെ ഇതൊക്കെ ചിലവർ കളയും, ഞാൻ കളയൂല കേട്ടോ. ഇത് മീനുമോന് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനമൊക്കെ. അപ്പോൾ അത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി വെറൈറ്റി ആയിട്ട് വെക്കാൻ ഓർത്ത് ഞാനപ്പോൾ അതിനകത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റ് ആക്കണ്ട, ഇങ്ങനെ ചതച്ച് അത് നന്നായിട്ട് ഉപ്പും കൂടി ഇട്ട് പുരട്ടി, കുരുമുളക് പൊടി ഇടണം കേട്ടോ, കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് പുരട്ടി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഒരു 1-2 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് അത് നന്നായിട്ട് അതിൽ അതിലങ്ങ് പിടിച്ച് നന്നായിട്ട് ഓക്കെ ആയതിന് ശേഷം 2 മണിക്കൂർ കഴിയുമ്പം നമ്മൾ ഏതെങ്കിലും ഒരു എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വറുത്ത് കോരി ഇങ്ങനെ വെറുതെ കഴിക്കണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഇങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അത് കൂടാതെ നമുക്കിത് നന്നായിട്ട് പെരളം പോലെ കറിയാക്കി വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. സാധാരണ വെക്കുന്ന പോലെയല്ല ഞാൻ വെച്ചത്, കുറച്ച് സോസൊക്കെ ചേർത്തിട്ടാട്ടെന്നോട്ടെ. അപ്പോൾ സവാളയും തക്കാളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് സോയാ സോസ്, കുറച്ച് ചില്ലി സോസ്, കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുത്തു. ഇളക്കി നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട്. എന്നിട്ട് നമുക്കിതിന് ചപ്പാത്തിയോ പൊറോട്ടയോ അപ്പമോ അങ്ങനെ കഴിക്കാൻ നല്ല. പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്രയ്ക്ക് കൊള്ളൂല കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്തു. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയാമോ? നല്ല ടേസ്റ്റായിരുന്നു. സാധാരണ ഈ റോസ്റ്റൊക്കെ പോലെയല്ല, വെറൈറ്റി ആയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആൾ നമ്മുടെ മീനുമോനാണ്. നല്ല ബട്ടറൊക്കെ തേച്ചിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകിട്ട് ചപ്പാത്തിയും കുന്തൽ ഫ്രൈ, മീനും ഇതിന് പേരിട്ടേക്കുന്നത് കുന്തൽ ഫ്രൈ എന്നാണ്, കൂന്തൽ ഫ്രൈ. കുറച്ച് ഞാൻ ഫ്രൈ ആക്കി മാറ്റി വെച്ചത് മീനോട്ടിന് കൊടുത്തായിരുന്നു കേട്ടോ. കുറച്ച് ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായം അറിയിക്കേണ്ടതാണ്. എന്നാൽ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാൽ ഓക്കെ.